അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ശ്രീ എക്സ് മുസ്ലിം ആയിട്ടുള്ള ആരിഫ് ഹുസൈൻ തെരുവത്തിൻ്റെ മാതാവ് അല്ലെങ്കിൽ അമ്മ മരിച്ചതായിട്ട് 2 ദിവസം മുമ്പ് നമ്മൾ അറിഞ്ഞിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇട്ടിട്ടുണ്ട്, മെയിനായിട്ട് യൂട്യൂബിലൊക്കെ. അതിനെ തുടർന്ന് ഒരുപാട് പേരുടെ റിയാക്ഷൻസ്, ഒരുപാട് പേരുടെ ഉപദേശങ്ങൾ, റിയാക്ഷൻസ്, പ്രാർത്ഥനകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ശത്രുക്കളും മിത്രങ്ങളുടെയും ഇയാളുടെ പരിചയക്കാരും എല്ലാവരുമായിട്ടുള്ള അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് അദ്ദേഹം ഇട്ട പോസ്റ്റ് എന്താണെന്ന് നോക്കാം. വളരെ അത്യാവശ്യം കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കിയ പോസ്റ്റാണ്. നമുക്ക് എന്താണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, ഉമ്മ മരിച്ചു. ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി. ആദരാഞ്ജലികൾ. അദ്ദേഹത്തിൻ്റെ തീർത്തും പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം തന്നെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഒബ്വിയസ്ലി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതിനെ തുടർന്നാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അദ്ദേഹം തന്നെ പല പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. മരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു പോസ്റ്റാണ് ഞാൻ കണ്ടത്. വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പില്ല ഈ പറഞ്ഞ കാര്യങ്ങളിൽ. പക്ഷേ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല. കാരണം അവരുടെ ബന്ധം, അവരുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഡൈനാമിക്സൊക്കെ അനുഭവിച്ചാൽ അവർക്കേ അറിയുള്ളൂ. നമുക്കത് നമ്മളൊരു ന്യൂട്രൽ, ഒരു മിഡിൽ ഗ്രൗണ്ട് നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് മോറലി കറക്റ്റ് അല്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അത് കാരണം ശരി തെറ്റ് ആക്കുന്ന ജഡ്ജ്മെൻറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ തുടർന്ന് ഒരുപാട് റിയാക്ഷൻസ് വരാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ ശരിയല്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ അതിനെ തുടർന്ന് ശ്രീ ആരിഫ് ഹുസൈൻ തന്നെ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. അതുകൂടി ഒന്ന് വായിക്കാം. പോസ്റ്റ് പിൻവലിക്കില്ല, മാപ്പ് പറയാനല്ല, വ്യക്തമാക്കാനാണിത്. എൻ്റെ ഉമ്മയുടെ മരണവാർത്ത അറിയിച്ചുകൊണ്ട് ഞാൻ ഇട്ട പോസ്റ്റ് കണ്ട് എന്നെ സദാചാരവും സ്നേഹവും പഠിപ്പിക്കാൻ വരുന്നവരോട്. ആ പോസ്റ്റിലെ ഓരോ വാക്കും ഞാൻ പൂർണ്ണ ബോധ്യത്തോടെ കൃത്യമായ ഉദ്ദേശത്തോടെ കുറിച്ചതാണ്. അതിലൊരു വരി പോലും പിൻവലിക്കുന്നില്ല, ഖേദിക്കുന്നുമില്ല. കാരണം അതൊരു മകൻ്റെ കേവലമായ വിലാപമോ ദേഷ്യമോ ഈർഷ്യയോ അല്ല. മതം അനാഥമാക്കിയ മാതാപിതാക്കളാൽ വെറുക്കപ്പെട്ട ആയിരക്കണക്കിന് എക്സ് മുസ്ലിം മക്കൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രതിരോധമാണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി? വ്യക്തമായ കാരണങ്ങളുണ്ട്. 1. മരണം വെച്ചുള്ള നിങ്ങളുടെ മുതലെടുപ്പ്. ഇസ്ലാം ഉപേക്ഷിച്ചവരുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ ഇസ്ലാമിനെ വിമർശിക്കുന്ന മറ്റു സുഹൃത്തുക്കളുടെയോ മരണം സംഭവിച്ചാൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾ മതപ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കണ്ടതാണ്. സയ്യിദ് മുഹമ്മദ് ആനക്കയം, ഗിരീഷ്, ഷിഹാബുദ്ദീൻ മേത്തർ എന്നിവരെയൊക്കെ മരിച്ചപ്പോൾ നിങ്ങളുടെ മതം അത് ആഘോഷമാക്കിയതും അവരുടെ മരണത്തെപ്പോലും ഇസ്ലാം വിട്ടാൽ ഇങ്ങനെയിരിക്കും എന്ന് വരുത്തി തീർക്കാൻ ഉപയോഗിച്ചതും ഞാൻ മറന്നിട്ടില്ല. മരിച്ചവരെ പോലും വെറുതെ വിടാതിരിക്കുന്ന നിങ്ങളുടെ ആ രീതിക്കുള്ള എൻ്റെ മറുപടിയാണത്. അത് ഞാൻ പറയും. ഉമ്മ ബാപ്പ ഒക്കെ മരിച്ചാൽ അന്നേരം മിണ്ടാതെ ഇസ്ലാമിനെ പൊതിഞ്ഞു പിടിക്കുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്നെ ആ ഗണത്തിൽപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. 2. സ്വർഗത്തിലേക്കുള്ള ക്രൂരമായ കച്ചവടം. സ്വന്തം ചോരയേക്കാളും മക്കളെക്കാളും സ്നേഹം പ്രവാചകനോടും മതത്തോടും വേണമെന്ന് പഠിപ്പിക്കുന്ന ക്രൂരമായൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഇരയായിരുന്നു എൻ്റെ ഉമ്മ. മരണശേഷം കിട്ടുമെന്ന് മതം വാഗ്ദാനം ചെയ്യുന്ന സ്വർഗസുഖങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന സ്വന്തം മകനെ തള്ളിപ്പറയാനും കൊന്നൊടുക്കാനും നിൽക്കാനും ഒരമ്മയെ പ്രേരിപ്പിച്ചത് അവിശ്വാസമാണ്. സ്വന്തം മക്കളെ ബലി കൊടുത്ത് സ്വർഗം വാങ്ങാൻ ശ്രമിക്കുന്ന ആ ക്രൂരമായ കച്ചവടത്തെ തുറന്നു കാണിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന എൻ്റെ ബാധ്യതയാണ്. അതിനിയും തുടരും. നിർലജ്ജം. 3. ജിഹാദും നിങ്ങളുടെ വിറളിയും. ദൈവത്തിനു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ ത്യജിച്ച് പോരാടുന്നതാണ് ജിഹാദ്. എങ്കിൽ സ്വന്തം മാതൃസ്നേഹത്തെപ്പോലും കൊന്ന് മതത്തിനു വേണ്ടി മരണം വരെ പോരാടിയ എൻ്റെ ഉമ്മ ജിഹാദി തന്നെയാണ്. ജിഹാദ് പുണ്യമാണെന്ന് പറയുന്ന നിങ്ങൾ ഞാൻ എൻ്റെ ഉമ്മയെ അങ്ങനെ ജിഹാദി ഉമ്മ എന്ന് വിളിക്കുമ്പോൾ എന്തിനാണ് വിറളിയെടുക്കുന്നത്? അത് ഉമ്മയുടെ മതപരമായ വിജയമല്ലേ? നിങ്ങൾ സമാധാനിക്കുക. 4. സ്ത്രീകൾക്ക് സ്വർഗത്തിൽ എന്തുണ്ട്? ആണുങ്ങൾക്ക് ഹൂറിമാരും നിത്യകന്യകമാരും വാഗ്ദാനം ചെയ്യുന്ന സ്വർഗത്തിൽ സ്ത്രീകൾക്ക് എന്ത് കിട്ടും? സ്വന്തം ഭർത്താക്കന്മാരെ അല്ലാതെ മറ്റാരെയും കിട്ടില്ലെന്നല്ലേ പ്രമാണം? അപ്പോൾ എൻ്റെ ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് അപമാനമാകുന്നത്? അത് നിങ്ങളുടെ സ്വർഗത്തിൻ്റെ പൊള്ളത്തരമല്ലേ കാണിക്കുന്നത്? ആ സത്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഇനി അതല്ല, നിങ്ങളുടെ ഉമ്മ മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നത് ശരിയാവുമെങ്കിൽ എൻ്റെ ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി എന്ന് എനിക്ക് പറയാൻ സാധിക്കും. തൽക്കാലം കടിച്ചു പിടിച്ചിരിക്കുക. അതാണ് ഇസ്ലാം.
5. എൻ്റെ ലക്ഷ്യം. നിങ്ങൾ ഈ പോസ്റ്റും സ്ക്രീൻഷോട്ടും പ്രചരിപ്പിക്കുമെന്ന് എനിക്കറിയാം. അത് തന്നെയാണ് എനിക്ക് വേണ്ടതും. എന്നെ തെറി വിളിക്കാനാണെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്യുമ്പോൾ ഓരോ മുസ്ലിം വീടുകളിലും ഈ ചോദ്യങ്ങളെത്തും. അല്ല, എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്വർഗം കിട്ടാൻ വേണ്ടി സ്വന്തം മകളെ പുറത്താക്കുന്നതാണോ യഥാർത്ഥ മാതാപിതാക്കളുടെ കടമ? ഇതാണോ ഇസ്ലാം? സ്വർഗത്തിൽ പുരുഷന് കിട്ടുന്ന സുഖങ്ങൾ പോലും കിട്ടാത്ത സ്ത്രീ എന്തിനാണ് ആ സ്വർഗത്തിനു വേണ്ടി മകനെ വെറുക്കുന്നത്? എൻ്റെ ഉമ്മ എനിക്ക് നഷ്ടമായി. പക്ഷേ ഞാനൊരു വ്യക്തി മാത്രമല്ല. മതത്തിൻ്റെ പേരിൽ വീടുകളിൽ നിന്ന് വെറുക്കപ്പെട്ട അനേകം മനുഷ്യരുടെ ശബ്ദമാണത്. അവർക്ക് വേണ്ടിയാണ് ഈ തുറന്നെഴുത്ത്. ഇത് തുടരും. ഉമ്മ മരിച്ചു, പക്ഷേ ഉമ്മയുടെ സ്നേഹം എന്നിൽ നിന്ന് കവർന്നെടുത്ത ഉമ്മ വിശ്വസിച്ച ആശയങ്ങളോടുള്ള എൻ്റെ യുദ്ധം തുടരുക തന്നെ ചെയ്യും. പിന്നെ ഈ സമയത്താണോ ഇതൊക്കെ എന്ന ചോദ്യം ഈ സമയത്ത് പറഞ്ഞപ്പോൾ അല്ലേ നിങ്ങൾക്ക് കൊണ്ടത്? ആരിഫ് ഹുസൈൻ തെരുവത്ത്, എക്സ് ജിഹാദി. നമ്മൾ കണ്ട പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ക്ലാരിറ്റിയോടെയാണ് ആളെല്ലാ പോയിൻറ്റും എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ആളുടെ ഉമ്മയുടെ സ്റ്റാൻഡ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അതുമൂലം ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ്, വീട്ടിലെ പ്രശ്നങ്ങൾ, അതുമൂലം അവരുടെ റിലേഷൻഷിപ്പിലെ ഡൈനാമിക്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുമൂലം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതെല്ലാം ഫേസ് ചെയ്തത് അവരാണ്. അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്ന് അവർക്കേ അറിയുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് മുമ്പേ അറിയാം. ആ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് കൂടി ചേർത്തുകൊണ്ടാണ് ആളിത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ മൊത്തം ഒരു പോസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ട്. എനിക്കിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്, കുറച്ചുകൂടി മയത്തിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നിരിക്കാം. എനിക്കങ്ങനെയാണ് തോന്നിയത്. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, സബ്ജക്റ്റീവാണ്. ഞാൻ കൂടുതൽ അതിനെ തിരുത്താനൊന്നും പോകുന്നില്ല. പക്ഷേ എനിക്ക് കൂടുതൽ വ്യക്തമാകാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനിടയിൽ കൂടെ കുറേ നമ്മുടെ താത്തമാരും കാക്കമാരും കുറേ കിടന്ന് ഇളകുന്നുണ്ട്. വിരളി പിടിക്കുന്നതിനെ കുറിച്ച് ആൾ പോസ്റ്റിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ വിരളി ഇളകിയിട്ടുണ്ട്. അതായത് പാവം ഉമ്മ ജീവിച്ചു വന്നപ്പോൾ സന്തോഷം കൊടുത്തില്ല, സമാധാനം കൊടുത്തില്ല, മരിച്ചിട്ടും നിങ്ങൾ ഇതുപോലെയാണ്, മരിച്ചിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സഹതാപവും ഉപദേശമൊക്കെ ആയിട്ട് ഒരുപാട്, അതായത് ഈ ആരിഫ് ഹുസൈൻ തന്നെ മുമ്പ് ഏറെ കയറ്റിവിട്ട ഒരുപാട് ആൾക്കാർ, അത് ജിഹാദികളാവാം, താത്തമാരാവാം, അല്ലെങ്കിൽ കുറേ ഉസ്താദുമാരാവാം, അവരെല്ലാം ഇപ്പോൾ വന്ന് ഉണ്ടാക്കൻസാവാം, ആര് വേണേ ആവാം, അവരെല്ലാം ഇപ്പോൾ വന്ന് അവർക്ക് റിവെഞ്ച് എടുക്കാൻ പറ്റിയ ഒരു അവസരം പോലെയാണ് കാണുന്നത്. ആ ഒരു അവസരത്തെ മുതലെടുത്ത് ഒരുപാട് ഇങ്ങനെ ഈ ഫേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമൻസും വീഡിയോസും, അതായത് സോ കോൾഡ് അഡ്വൈസ് അല്ലെങ്കിൽ നല്ല കാര്യം അല്ലെങ്കിൽ പ്രെയർ എന്ന രീതിയിലൊക്കെ ഒരുപാട് പേര് വീഡിയോ ഇടുന്നുണ്ട്. എന്തോ എനിക്കതൊരു മുതലെടുപ്പായിട്ടേ തോന്നുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു റിവെഞ്ച്, അവർക്ക് കിട്ടിയതെല്ലാം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പോലെ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുള്ളൂ. പക്ഷേ എന്തോ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പോലെ തന്നെ ഈ പറയുകയാണെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധത അല്ലെങ്കിൽ ഈ ഫീമെയിൽ ഡിസ്ക്രിമിനേഷൻ, അതായത് സ്വർഗത്തിൽ ആണുങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ലഭിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മതം എങ്ങനെ കുടുംബ ബന്ധങ്ങളെ തകർക്കും, അല്ലെങ്കിൽ മതം എങ്ങനെ സ്വന്തം രക്തത്തിനെ അല്ലെങ്കിൽ രക്തബന്ധത്തേക്കാൾ കൂടുതൽ മറ്റു പല പ്രയോറിറ്റീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നതിനൊക്കെ ആൾ പരാമർശിച്ചിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തോ അതൊക്കെ മതം പിടിച്ച ആൾക്കാർക്ക് കൂടുതൽ അറിയാം, ഞാൻ കൂടുതൽ കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഈ കോമാളികൾ ഈ കിടന്ന അഡ്വൈസ് കൊടുക്കലും അല്ലെങ്കിൽ ഈ റിയാക്ട് ചെയ്യലൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലൊന്നും വലിയ കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ബൈ.